ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്റെ ബ്രൈഡ് അമ്മുവിന്റെ വെഡിങ് റിസപ്ഷൻ ലുക്കിന്റെ ഒരു ഫുൾ മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഹായ് പറയൂ. ഹായ്. എങ്ങനെയാ മേക്കപ്പ് വേണ്ടത്? എനിക്കാണെങ്കിൽ കുറച്ച് സിമ്പിൾ സക്കി ഇല്ലേ, ഉം. പക്ഷെ എലഗൻസിയും വേണം അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ടോണർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ടോണർ നന്നായിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻ വെച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. ദെൻ ആളുടെ ഫേസിന് സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഫുൾ ഫേസ് ആൻഡ് നെക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കളർ കറക്ഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. കണ്ണിന്റെ മേളിലുള്ള ആ ഒരു ഭാഗം കൺസീലർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാർട്ടിന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് കണ്ണിലും ഈക്വൽ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തൊന്ന് ഈവൺ ആക്കേണ്ടതാണ് കേട്ടോ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ണിന് താഴെ വരുന്ന ആ ഒരു ഡാർക്ക് സർക്കിളിന്റെ ആ ഒരു ഭാഗം ഞാൻ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ടാണ് കേട്ടോ കറക്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളിപ്പോൾ ഫസ്റ്റ് ബേസ് ആണ് കേട്ടോ ഇടുന്നത്. ക്രീം ഫൗണ്ടേഷൻ ആണ്. ആളുടെ കറക്റ്റ് സ്കിൻ ടോണിൽ തന്നെയാണ് നമ്മൾ ക്രീം ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഫേസിൽ ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ആൾക്ക് ചെറുതായിട്ടൊരു ഡ്രൈനെസ് ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് സ്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതൊന്ന് നന്നായിട്ട് ഈവൺ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു കവറേജ് ആണ് നമ്മൾ ആളുടെ ഫേസിന് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും അങ്ങനെ ഹെവിനെസ് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആള് ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ആ അൺവാണ്ടഡ് ഹെയർസ് വന്നിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ ആ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡാർക്ക് ആകാതെയൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെയാണ് നമ്മൾ ഐബ്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ മേക്കപ്പ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവനിങ് പ്രോഗ്രാം ആയതുകൊണ്ടും കോസ്റ്റ്യൂമും അതുപോലെ ആ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആളുടെ ഷിമ്മറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആളുടെ കോസ്റ്റ്യൂമിനും കൂടെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഐ മേക്കപ്പ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ കോണ്ടോറിംഗ് ഒക്കെ ചെയ്തു. നോസ് ആണെങ്കിലും ചീക്കും ചിന്നും നല്ല രീതിയിലൊന്ന് കോണ്ടോറിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൗഡർ കോണ്ടോറിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആൾക്ക് കുറച്ച് ഫോർഹെഡ് കൂടുതലുണ്ടായിരുന്നു. സോ ഞാൻ അതൊന്ന് കോണ്ടോർ ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫോർഹെഡ്. അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ലൂസ് ഹെയർ ഒക്കെ പോകാൻ നേരത്ത് കുറച്ച് ബാക്കിലേക്ക് കോംബ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊക്കെ ആണെങ്കിലും നല്ല സ്യൂട്ടായിട്ട് പോകും. അല്ലെങ്കിൽ ഒരുപാട് ഫോർഹെഡ് ഉള്ള ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് കുറച്ച് ഹെവി ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് സെറ്റിലായിട്ട് പൊക്കോളും. അപ്പോൾ നല്ല രീതിയിലൊന്ന് ബ്ലഷൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ ബ്ലഷ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ആപ്ലിക്കേഷന് മുന്നേ തന്നെ ഞാൻ ലിപ് പെൻസിൽ വെച്ചിട്ടൊന്ന് ലിപ്പിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആള് തന്നെ സെലക്ട് ചെയ്തൊരു ലിപ് പെൻസിലിന്റെ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ആളുടെ ഐ മേക്കപ്പിനും കോസ്റ്റ്യൂമിനും സ്യൂട്ടായി പോകുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾ തന്നെ സെലക്ട് ചെയ്തൊരു ഷെയ്ഡ് തന്നെ ആയിരുന്നു. കുറച്ച് ബ്രൈറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് സെക്ഷനായ ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്കിൻ്റെ ഹൈലൈറ്റർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചീക്ക്, ചിന്ന്, ഫോർഹെഡ്, നോസ്, അപ്പർ ലിപ്പ് ആ ഏരിയസിലെല്ലാം ഞാൻ നല്ല രീതിയിൽ ഹൈലൈറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിക്സിംഗ് സ്പ്രേ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓൾ നൈറ്റർ എന്നുള്ളൊരു ബ്രാൻഡിന്റെ ഫിക്സിംഗ് സ്പ്രേ ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പ്രൊഡക്റ്റ് എല്ലാം നന്നായിട്ട് സെറ്റിൽ ആവുന്ന ഒരു ഫീൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ നല്ല ഗ്ലോയും ആണ് കേട്ടോ. ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഹെയറിന്റെ സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഹെയർ പ്രിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് വോളിയമൈസിങ് ചെയ്തു. ദെൻ ആൾക്ക് ഒരുപാട് ഹെയർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു എക്സ്റ്റൻഷൻ കേളിന്റെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് സ്യൂട്ട് ആകുന്നതെന്നുള്ള രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ സെൻറ്റർ പോർഷനും ബാക്ക് കോമ്പിങ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് കുറച്ചുകൂടി സ്യൂട്ടായിട്ട് തോന്നിയത് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ സൈഡിലേക്ക് ഉള്ള ഒരു റൂട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഹെയർസ് എല്ലാം കേൾ ചെയ്ത് അറ്റാച്ച് ചെയ്യുകയാണ് ആ എക്സ്റ്റൻഷന് മാച്ച് ആവുന്ന രീതിയിൽ.
ഇയർ ടു ഇയർ വരുന്ന ഹെയർ നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുത്ത് മൂസ് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കേളിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കേളിംഗ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് ലാസ്റ്റിംഗ് കുറവാണ്, ലൂസായി പോകുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ വാഷിംഗ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ പ്രിപ്പിങ്ങിൻ്റെ സമയത്താണെങ്കിലും മാക്സിമം ഡ്രൈ ആക്കിയിട്ട് മാത്രമാണ് നമ്മൾ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. മീൻസ് നന്നായിട്ട് നമുക്ക് ഒട്ടും വെറ്റുണ്ടാവരുത് ഹെയറിൽ. അതുപോലെ വോളിയമൈസിങ് പൗഡറൊക്കെ ഇട്ടിട്ട് കുറച്ച് ഓയിലി ഒക്കെ ആണെങ്കിൽ വോളിയമൈസിങ് പൗഡറൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ മൂസ് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ലാസ്റ്റ് ഒരു ഷൈനിങ് സ്പ്രേ അപ്ലൈ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഷൈനിങ് സ്പ്രേ നമ്മൾ മാക്സിമം ഹെയറിൻ്റെ എൻഡ് പോർഷനിലോ അല്ലെങ്കിൽ കേൾസിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ അപ്ലൈ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഷൈനിങ് സ്പ്രേയിൽ എപ്പോഴും ഒരു മോയ്സ്ചേഴ്സ് കണ്ടന്റ് കൂടുതലായിരിക്കും. ആ ഒരു മോയ്സ്ചേഴ്സ് കണ്ടന്റ് കൂടുതൽ നമ്മുടെ ആ ഒരു ഹെയറിലേക്ക് വരുമ്പോൾ കേൾസ് ഒന്ന് ലൂസ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർസ് ഉള്ള ബ്രൈഡ്സ് ആണെങ്കിൽ നന്നായിട്ട് ലൂസ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്ന രീതിയിലുള്ള കേൾസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മുവിൻ്റെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാധാരണ പോസ്റ്റ് വെഡ്ഡിങ് റിസപ്ഷൻ ഒന്നും അങ്ങനെ ഒരുപാട് ടൈം കിട്ടാറില്ല. ഇവിടെ ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാവകാശം നമുക്ക് റെഡിയാകാനൊക്കെയുള്ള ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ഇൻസ്റ്റയിലൊക്കെ വേണ്ട റീൽസും ഷോർട്സിനൊക്കെ വേണ്ടി വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാ ഐഡിയും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റോ അല്ലെങ്കിൽ DMO ചെയ്യാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.